റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട കേസ് കോടതി വെറുതെ വിട്ടത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും അനാസ്ഥ കൊണ്ടാണ്, അവരുടെ സംഘപരിവാർ ബന്ധം കൊണ്ടാണ് എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗ് ഭരിക്കുന്ന സമയത്ത് 3 കേസുകൾ നടന്നിരുന്നു. UDF ഭരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കൊല ചെയ്യപ്പെട്ടവരുടെ കേസ്. ആ കേസുകളിൽ എന്താണ്ടായത്? ലീഗ് നേതൃത്വം വ്യക്തമാക്കട്ടെ. റിയാസ് മൗലവിയുടെ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലക്ക് തന്നെ കഴിഞ്ഞ 7 വർഷമായി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പിന്നെ ഒരു കൊലപാതകം നടന്നിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ 3 പ്രതികൾ പിടിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്തതിന് ശേഷം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു കൊലപാതകം പോലും നടന്നിട്ടില്ല. ഞാൻ പറയുന്നത് കാസർഗോഡ് ജില്ലയിലെന്നല്ല, കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തി. അതിന്റെ തൊട്ട് മുമ്പുള്ള 2009 മുതൽ 2018 വരെയുള്ള 9 വർഷത്തിനിടയിലാണ് 6 കൊലപാതകങ്ങൾ നടന്നത്. 2019 വരെയുള്ള വർഷത്തിനിടെ അങ്ങനെയല്ല. കടുത്ത ശിക്ഷ കിട്ടും എന്ന് വരുമ്പോ അതിൽ നിന്ന് പിന്തിരിയാണ്. ഈ ശിക്ഷ കിട്ടില്ല എന്ന് വരുമ്പോ ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം. കാരണം എന്ത് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒരു ബോധവും ബോധ്യവും കുറ്റവാളികൾക്കുണ്ടാകുമ്പോൾ അവര് കുറ്റം ചെയ്യാനാണ് ശ്രമിക്കുക. ഈ സർക്കാരിനെതിരെ ന്യൂനപക്ഷ വികാരം ഇളക്കിവിടാനാണോ UDF ഇത്തരം ആരോപണമായിട്ട് വരുന്നത്? ഇത്തരം ആരോപണങ്ങൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. കേരളത്തിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകുന്ന സർക്കാരാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. CAA നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഡിറ്റൻഷൻ ക്യാമ്പിന്റെ കാര്യത്തിലാണെങ്കിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അനുഗുണമായിട്ടുള്ളതാണ്. അത്തരത്തിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ പറയാൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്ക് കഴിയുന്നില്ല. അത് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഇടതുപക്ഷം. അങ്ങനെയുള്ള ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളതാണ് ഈ കള്ള ആരോപണങ്ങളിലൂടെ, വ്യാജ ആരോപണങ്ങളിലൂടെ UDF ലക്ഷ്യമിടുന്നത്. മുസ്ലിം ലീഗിന്റെ വല്ല വിവേകവും നേതൃത്വത്തിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ അവരവസാനിപ്പിക്കണം. അത് റിയാസ് മൗലവിയുടെ ഘാതകർ ശിക്ഷിക്കപ്പെടാൻ അത്യന്താപേക്ഷിതമാണ്. കാരണം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, അവര് ഞങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, ആളുകൾ ഇതാണല്ലോ പറയുന്നത് എന്നുള്ള ഒരു മനോവിഷമം അവരിലുണ്ടാകും. അത്തരം ഒരു മനോവിഷമം നല്ല ഒരു അന്വേഷണ സംഘത്തിന് വരുത്താൻ വേണ്ടി പാടില്ല.